ജന്മാദ്യസ്യേതോന്നയാതിതരതച്ചാർത്തേഷ വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മകൃതായാധികവേ മുഖ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മുഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഇന്നിപ്പോൾ ധ്യാന ശ്ലോകം തന്നെയാണ് ആദ്യത്തെ ശ്ലോകവും. ഇനി വേറെ ചെല്ലേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ഈ ശ്ലോകം നമ്മൾ ചൊല്ലി തുടങ്ങുക. ആ ശ്ലോകം നമ്മൾ വേറെ ചെല്ലേണ്ട കാര്യമില്ലല്ലോ. ഓരോ ശ്ലോകങ്ങൾ ഭാഗവത്തിൽ ഓരോ വിധമാണ്. ചിലത് വളരെയധികം വർണ്ണിക്കാനുണ്ടാവും, ചിലതാണ് പറഞ്ഞു പോകാനേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇത്ര ശ്ലോകം എന്നുള്ള കണക്കിനല്ല നമ്മൾ പറയുന്നത്. ഇതൊക്കെ ഒരു ശ്ലോകം ഒരു ദിവസം എടുക്കാൻ പറ്റും. ചിലതാണ് 4-5 ശ്ലോകം എടുക്കുക. ചിലപ്പോൾ അതിലധികം പറ്റിയെന്ന് വരും. അധികം പറ്റാൻ ബുദ്ധിമുട്ടാണ് അരമണിക്കൂറിൽ. അപ്പോൾ ഏതായാലും ഇവിടെ നീ ജന്മാദ്യസ്യ ശ്ലോകം നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാണ് തോന്നണത്. ഇവിടെ ആദ്യം തന്നെ പറഞ്ഞിരിക്കുകയാണ്, ജന്മാദ്യസ്യ ഇതൊന്നയാതി തരതച്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മകൃതായ ആദികവയെ മുഖ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ എത്ര ത്രിസർഗോ മിഷാ ധാമ്നാ സേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ആദ്യത്തെ ശ്രീമദ് ഭാഗവതത്തിലത്തെ ശ്ലോകം. എന്താണ് മണിക്കൂർ കണക്കിന് പറയാൻ പറ്റിയിട്ടുള്ളൊരു ശ്ലോകമാണ്. ഭാഗവതത്തിലത്തെ എല്ലാ വിഷയവും ഈ ശ്ലോകത്തിലുണ്ട് എന്നാണ് അറിവുള്ളവർ പറയുക. ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ബ്രഹ്മസൂത്രത്തിലത്തെ ആദ്യത്തെ ശ്ലോകം ഈ ജന്മാദ്യസ്യ എന്ന വാക്കുകൊണ്ടാണ് തുടങ്ങണം. തുടക്കേയുള്ളൂ, പിന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ബ്രഹ്മസൂത്രത്തിലത്തെ വിഷയവും ശ്രീമദ് ഭാഗവതത്തിലത്തെ വിഷയവും ഒന്നാണ് എന്ന് ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. പണ്ടൊക്കെ ഈ ഗ്രന്ഥങ്ങൾ തുടങ്ങുമ്പോൾ 4 കാര്യം ആദ്യം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടാവുന്നതാണ് തുടക്കത്തിൽ. ഒന്ന് വിഷയം, എന്ത് വിഷയത്തെക്കുറിച്ചാണ് അതിൽ പറയണത്. പിന്നൊന്ന് അത് നമ്മൾ നടത്തിയുള്ള ഗുണം, അതിനെ നമ്മൾ സ്വീകരിച്ച് അനുഷ്ഠിച്ചാലുള്ള ഗുണം എന്താണെന്നുള്ളത്, പ്രയോജനം അതതിലുണ്ടാവും. അപ്പം ലക്ഷ്യം, വിഷയം, പ്രയോജനം, അതുപോലെ തന്നെ അധികാരി, അതിന് നമ്മൾ അധികാരിയാണോ അല്ലയോ എന്നത്. പിന്നെ നമ്മളുമായിട്ട് ഈ വിഷയത്തിനുള്ള ബന്ധം എന്താണ്, അതിനാണ് സംബന്ധം എന്ന് പറയുന്നത്. സാധാരണ ഉപയോഗിക്കുന്ന സംബന്ധമല്ല കേട്ടോ. ഈ 4 കാര്യം, ഒന്ന് അധികാരി, വിഷയം, അധികാരി, സംബന്ധം, പ്രയോജനം. പ്രയോജനം, ഇത് നമ്മൾ അനുഷ്ഠിച്ചാലുള്ള ഗുണം എന്താണ്, അതാണ് പ്രയോജനം. വിഷയം, എന്തിനെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. അധികാരി, നമുക്ക് ഇതിന് ആർക്കാണ് അധികാരമുള്ളത്, ഇതിൽ പറയാൻ പോകുന്ന അല്ലെങ്കിൽ ഭാഗവതത്തിന് ആർക്കൊക്കെയാണ് അധികാരം, ആണല്ലോ അധികാരി. നമ്മളുമായിട്ട് അതിനുള്ള ബന്ധം എങ്ങനെയാണ്. ഈ 4 എണ്ണം മിക്കവാറും പറയും. സംബന്ധവും പ്രയോജനം, സംബന്ധവും അധികാരി ഇടയ്ക്ക് ഒന്ന് തന്നെയാണ്. കാരണം നമ്മളുമായിട്ടുള്ള ബന്ധമാണ് അധികാരം. വിഷയം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ബ്രഹ്മസൂത്രത്തിലത്തെ വിഷയമാണ് ഭാഗവതത്തിലത്തെ വിഷയം. അതാണ് ജന്മാദ്യസ്യ എന്ന തുടക്കം. അവിടെയും ബ്രഹ്മസൂത്രത്തിലെ ഒന്നാണ്, ഇവിടെയും ഒന്നാണ്. വിഷയം എന്താണ്, ബ്രഹ്മസൂത്രത്തിലെ വിഷയം എന്താ, ബ്രഹ്മം. ആ പേരെന്നെ കാണിക്കേണ്ടല്ലോ, ബ്രഹ്മസൂത്രം. എന്താ വിഷയം, ബ്രഹ്മം. അപ്പോൾ അത് തന്നെയാണ് ഭാഗവതത്തിലെ വിഷയം. തുടക്കത്തിൽ തന്നെ ഒരു തെറ്റിദ്ധാരണ നമ്മൾ തീർത്തിരിക്കണം. ഇതിപ്പോൾ കുറേ കഥകളല്ലേ, കുറച്ച് ഉയർന്നവർക്ക് ഈ കഥകൾ വേണോ? ഉയർന്നവർക്ക് കഥകൾ വേണ്ട, ആരാ ഇപ്പോൾ ഉയർന്നിരിക്കണം. അപ്പോൾ കഥകൾ ആണ് എന്ന് മാത്രം തള്ളിക്കളയണ്ട. ഉയർന്നവർക്ക് ഉള്ളത് കഥകൾ വേണ്ട, കുറച്ച് താഴെ നിൽക്കുന്നവർക്ക് ഈ കഥകൾ വേണ്ടു. അപ്പം ഭാഗവതം അത്ര താണവർക്ക് മാത്രമാണ്, കുറച്ച് ഉയർന്നുള്ളവർക്ക് ഇതൊന്നും വേണ്ടെന്നേ. അവർക്ക് ബ്രഹ്മസൂത്രം, ഉപനിഷത്ത്, വേദം, ഗീത അതുപോരെ മതി. ഈ ഭാഗവതം കുറച്ച് താഴെയുള്ളവർക്കാണ് എന്നൊരു തെറ്റിദ്ധാരണ ഒരുപാട് ആൾക്കാർക്ക് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. അപ്പം അത് ആദ്യം തന്നെ ഇതിൽ തീർത്തിട്ടുണ്ട്. അങ്ങനെയല്ല, ഒട്ടും ഉയരം കുറവില്ലാത്തവർക്ക് ശ്രീമദ് ഭാഗവതം ആവാം. കാരണം ഇതിൽ പറയുന്നത് കഥകൾ ആണെങ്കിലും ആ കഥകൾക്കല്ല പ്രാധാന്യം. പ്രാധാന്യം എന്തിനാ, അതിലത്തെ കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നതിനാണ് പ്രാധാന്യം. കഥ കൊണ്ട് എന്ത് ഉദ്ദേശിക്കണം, ബ്രഹ്മത്തിലെത്താൻ.
സംശയമേ വേണ്ട. ബ്രഹ്മത്തിലെത്താനും ബ്രഹ്മപ്രാപ്തി ഉണ്ടാവാനുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും സ്വീകാര്യമാണ്. വലിയവൻ ചെറിയവൻ എന്ന വ്യത്യാസമൊന്നുമില്ല, ജ്ഞാനി അജ്ഞാനി എന്ന വ്യത്യാസമൊന്നുമില്ല. ബ്രഹ്മമാണ് വിഷയം. അതാണ് ഇവിടെ. അപ്പോൾ ആ ബ്രഹ്മത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ശ്ലോകത്തിൽ പറയണം. ആദ്യത്തെ ശ്ലോകത്തിൽ ബ്രഹ്മത്തെയാണ് വിഷയം എന്ന് ആദ്യം പറഞ്ഞു. ഇനി ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മത്തിനെ ഇപ്പം അങ്ങനെ എളുപ്പത്തിൽ അങ്ങോട്ട് വർണ്ണിക്കാൻ പറ്റുമോ? ഒരു ശ്ലോകത്തിൽ കൊള്ളാവുന്ന വിധത്തിൽ വർണ്ണിച്ചിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. ഒന്ന് നമുക്ക് താഴത്തിൽ പറയാൻ അത്രയൊന്നും പറ്റില്ല. ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ഉച്ചയവും വേറൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഇവിടെ നമ്മൾ എടുക്കുക കൊണ്ടൊന്ന് പറയണമെന്നേ ഉള്ളൂ, ലേശേ പറയണുള്ളൂ. എന്നാലും ബ്രഹ്മത്തിൻ്റെ ഗുണം ഒരു 8 ഗുണവും മറ്റും ഉണ്ട് പറയുന്നുണ്ട്. എത്ര വേണമെങ്കിലും വർണ്ണിക്കുക, ഒരു ശ്ലോകത്തിൽ കൊള്ളുന്ന വിധം പറഞ്ഞിരിക്കുകയാണ്. ശ്ലോകത്തിൽ കൊള്ളുന്ന വിധം ബ്രഹ്മത്തിനെ പറഞ്ഞു, അതിൽ കൊള്ളുന്ന വിധേ ആവുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഗുണം ജന്മാദ്യസ്യ ഏതാ. എന്താണ് ജന്മാദ്യസ്യ? അവിടെ ജന്മം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉണ്ടാകൽ. ആദ്യം എന്ന് പറഞ്ഞാലോ തുടങ്ങിയ, ഇംഗ്ലീഷിലത്തെ എറ്റ്സെട്ര എന്നുള്ള വാക്കിന് പകരമാവും മുതലായ. എന്താണ് മുതലായ? ജന്മം, ഉണ്ടാവൽ, പിന്നെ നിലനിൽക്കൽ, പിന്നെ നശിക്കലും, ഉൽപ്പത്തി സ്ഥിതി നാശം. ഇതിനാണ് എന്തോരം ജന്മ ആദ്യസ്യ. അപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി, ഏതിൽ നിലനിൽക്കുന്നു, ഏതിൽ തന്നെ ഇല്ലാണ്ടിയുമാവി നശിക്കണു, അതിന് ആധാരമായിട്ടുള്ള അതാണ് ബ്രഹ്മം. ഇവിടെ ക്രിയ ശരിക്കും പറഞ്ഞിട്ടില്ല. ജന്മ ആദ്യസ്യ ഏതാ ഭൂത് എന്ന ക്രിയയുണ്ട്, അത് അണ്ടർസ്റ്റുഡാണ്. ഈ കാണുന്ന ലോകം ഏതിൽ നിന്നും ഉണ്ടായി എന്നുള്ളതിന് അവിടെ വാക്കില്ല കേട്ടോ. അത് നമ്മൾ ഉണ്ടാക്കണം. ഭൂത്ത് എന്നാണ്, ഭൂത്ത് ഉണ്ടായി. ഈ കാണുന്ന പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി, ഏതിൽ നിലനിന്ന്, ഏതിൽ വിലയം പ്രാപിക്കുന്നു, അതാണ് ബ്രഹ്മത്തിൻ്റെ ഒരു ഗുണം. ആ ബ്രഹ്മത്തെ പ്രാപിക്കലാണ് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം. അല്ലാത്തടത്തോളം ഒന്നും മനുഷ്യജന്മം കൊണ്ട് കാര്യം ഉണ്ടായിട്ടില്ല. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം, ഒന്നാമത്തെ ബ്രഹ്മത്തിൻ്റെ ഗുണം. ഇനി രണ്ടാമത് പറയണു യഥോ അന്വയാത് ഇതരത. രണ്ടാമത്തെ ഗുണം ചേർച്ച കൊണ്ട് ഇതരതയെ പ്രാപിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഇവിടെ ചേരുന്നത് അറിയണമല്ലോ. അതങ്ങനെ പറയാതെ കണ്ടത് ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പറയണത്. ഓടിപ്പോയിട്ട് കാര്യമില്ലാത്തൊരു ശ്ലോകം അത്. ഒരിക്കലും അങ്ങനെ ഓടിയിട്ട് ഓടെ എത്തില്ല. ഓടേണ്ട ശ്ലോകങ്ങൾ ഉണ്ട്, അതോടാം. ഇതങ്ങനെ ഓടാൻ പറ്റില്ല. അന്വയാത് ഇതരത എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ചേരുന്നത്? ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉണ്ടോ അതുതന്നെയാണ് ചേരുന്നത്. നേരത്തെ പറഞ്ഞു പ്രപഞ്ചം ഭഗവാൻ തീട്ടിച്ചതാണ്, അല്ലെങ്കിൽ ഒരു ശക്തിയിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ ആ ശക്തി തീർച്ചയായിട്ടും ഓജസ്, ജീവൻ മുതലായിട്ടുള്ളത് ഉള്ളതാവണം. ഒരിക്കലും ജീവനില്ലാത്തതോ അങ്ങനെ ചലനമില്ലാത്തതോ ആയ ഒരു വസ്തുവല്ല. ചേതന ഇല്ലാത്തതല്ല ബ്രഹ്മം, ചേതന ഉള്ളതാണ്. അപ്പോൾ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ചേതന, പ്രപഞ്ചം എന്ന് പറഞ്ഞാലോ ചേതന ഇല്ലാത്തത് എന്ന് പറയാൻ വയ്യ. അങ്ങനെയാണെങ്കിൽ ഒന്നും ഇളകില്ല. അവിടെ സൂര്യൻ ഉദിക്കില്ല, ഭൂമി കറങ്ങൂല്ല, വായു വീശൂല്ല. ഇത് നമ്മുടെ മനുഷ്യ ശരീരം ആയിട്ടൊന്ന് എടുത്താലോ, ശരീരത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ എന്താണ് ഇളകുന്നതാണോ ഇളകാത്തതാണോ എന്ന് ചോദിച്ചാൽ എന്താണ് പ്രത്യേകത? ഇളകുന്ന ഒരു ശരീരം, അവയവങ്ങളും അതിലത്തെ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരവുമല്ല ഇളകുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ ചൈതന്യമാണ് ഇതിനെ ഇളക്കുന്നത് എന്ന് കാണാം. ആ ചൈതന്യം ഇല്ലാത്ത ശരീരമോ ജഡമാണ്. ഇതിൽ നിന്ന് ചൈതന്യമാണ് പോയാൽ നിമിഷം കൊണ്ടത് കേടുവരുന്നു. പിന്നെ ഫ്രീസർ വേണം കുറച്ചെങ്കിലും കേടുവരാണ്ടിരിക്കണം വെച്ചാൽ അല്ലേ. ആ ശരീരം എന്ന് പറയുമ്പോൾ ജഡമാണ്. അപ്പോൾ ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത് ചൈതന്യമാണ്. ഈ ശരീരത്തെ മാത്രമല്ല എല്ലാ പ്രപഞ്ചത്തിലത്തെ ഘടകങ്ങളുടെ സ്ഥിതി അതാണ്.
അഗ്നി ആക്കുന്നത് ഒരു ചൈതന്യമാണ്, അല്ലാണ്ട് അത് കത്തും ചൂടൊന്നും അതിനുണ്ടാവില്ല. വെള്ളത്തിനെ വെള്ളമാക്കുന്നതും വായു വീശുന്നതും ഒരു ശക്തി കൊണ്ടല്ലാതെ വായു വീശില്ല എന്ന് ഉറപ്പാണ്. ഒരിടത്തൊക്കെ നോക്കിയാൽ വായുവാണ് ചലിപ്പിക്കുന്നത്. ആ വായുവിന് ആ ചലനശക്തി എവിടുന്നേ കിട്ടി? വായുവിനെ തെറ്റിച്ചിട്ടുള്ള ആൾ നൽകി. അപ്പോൾ ചലനാത്മകമായിട്ടുള്ള പ്രപഞ്ചത്തിന് രണ്ട് ഘടകമുണ്ട്. ഒന്ന് അചേതനം, രണ്ട് സചേതനം. അചേതനമായത് ഈ പ്രപഞ്ചം നമ്മൾ കാണുന്നത്. സചേതനം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാത്തതാണ്. ഉള്ളിലത്തെ ബ്രഹ്മത്തിനെ കണ്ടവരുണ്ടോ? അത് കണ്ണുകൊണ്ട് കാണാനോ ഒരു ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിച്ചറിയാനോ പറ്റില്ല. നല്ല എന്ന് പറയാൻ പറ്റും, ഒരിക്കലും ഇല്ല. അതാണ് ഇതിനെയൊക്കെ ചലിപ്പിക്കുന്നത്. ഇത് രണ്ടും ഉള്ള ചേർച്ച, അതാണ് പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം. അതാണ് അന്വയാതീതരത. ആ ഒരു വാക്ക് എത്ര പറഞ്ഞു ഇപ്പോൾ നോക്കൂ. അതാണ് വാക്കുകളുടെ പ്രസക്തി. എല്ലാ ശ്ലോകവും ഒരുപോലെ അല്ല എന്ന് പറഞ്ഞത്. അന്വയാത് ചേർച്ച കൊണ്ട് ഇതരത പ്രാപിച്ചത്. അപ്പോൾ ഈ ചൈതന്യം എന്ന് പറയുന്ന കാണാൻ പറ്റാത്ത വസ്തു, പ്രപഞ്ചത്തിലെ ജഡമായ ഇളകാത്ത വസ്തു, ഇത് രണ്ടുമാണ് ചേരുന്നത്. അപ്പം എന്തുണ്ടാവണു? രണ്ടും അല്ലാത്ത ഒരു വസ്തു ഉണ്ടാവണം. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ ചൈതന്യത്തിൻ്റെ സ്വഭാവമല്ല. എന്നാൽ ജഡത്തിൻ്റെ സ്വഭാവമാണോ? ജഡാണെങ്കിൽ ഇളകില്ല. ഇളകാതെ നിൽക്കുന്നത് നമ്മൾ ജഡം എന്ന് പറയാം. ഇളകണുണ്ട്, നമ്മൾ ഇളകണു, ഭൂമി തിരിയണു. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ സ്വരൂപവുമല്ല ജഡത്തിൻ്റെ സ്വഭാവവുമല്ല. അങ്ങനത്തെ ഒരു വസ്തുവാണ് എന്ത്? പ്രപഞ്ചം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ യാതൊരു ചലനവും ഉണ്ടാവില്ല. ചൈതന്യമുണ്ട്, പക്ഷേ ചലനം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവും. ചൈതന്യമുള്ളതിന് ചലനം ഉണ്ടാവണം എന്നില്ല. ഈശ്വരൻ ചൈതന്യവാനാണ്. ചലനമുണ്ടോ? ചലനമില്ല. അപ്പോൾ ചൈതന്യവാനായിരിക്കുന്ന ഈശ്വരൻ മാത്രമാണ് ഉള്ളതെങ്കിൽ ചലനം എന്നൊരു സംഗതി ഉണ്ടാവില്ല. ജഡം മാത്രമാണെങ്കിലോ അപ്പോഴും ചലനം ഉണ്ടാവില്ല. ഉണ്ടാവുമോ? ജഡത്തിൽ ചലനമില്ല, ചൈതന്യത്തിൽ ചലനമില്ല. രണ്ടും കൂടി ചേരുമ്പോഴോ ചലനം ഉണ്ടാവണു, അല്ലേ? രണ്ടും കൂടി ചേരുമ്പോൾ അവിടെ ചലനം ഉണ്ടാവണു. ജഡവും ചൈതന്യവും ചേരുമ്പോഴാണ് പ്രപഞ്ചം ഉണ്ടാവണം. നെഗറ്റീവും പോസിറ്റീവും കൂടുമ്പോഴാണ് കറണ്ട് പ്രവഹിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണത്. അതുകൊണ്ട് അന്വയാതിതരത. ഏതൊരു പ്രപഞ്ചമാണോ ബ്രഹ്മവും ചൈതന്യവും ചേർന്ന് രണ്ടുമല്ലാത്ത പ്രപഞ്ചമായിട്ട് തീർന്നത്, ചൈതന്യ സ്വരൂപമല്ല ജഡസ്വരൂപവും അല്ല, രണ്ടുമല്ല, പ്രപഞ്ചമാണ്. പ്രപഞ്ചമായിട്ട് തന്നെ അതിനെ പറയാൻ പറ്റുള്ളൂ. എന്താ ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ചലനമുണ്ട് എന്നാൽ ബ്രഹ്മമാണോ? അല്ല. ജഡമാണ് എന്നാൽ ജീവൻ ഇല്ലാത്തതാണോ? അതുമല്ല. രണ്ടും ചേരുമ്പോൾ ഇതരതയെ പ്രാപിക്കുന്നതാണ് ബ്രഹ്മം. ബ്രഹ്മം ജഡത്തോട് ചേരുമ്പോൾ ചലനം ഉണ്ടാവുന്നു. അല്ലെങ്കിൽ ബ്രഹ്മത്തിനും ചലനമില്ല, ജഡത്തിനും ചലനമില്ല. അതാണ് അന്വയാ ഇതരത. ഈ കാണുന്ന പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി, ഏതിൽ നിലനിന്ന് ഏതിൽ വിലയം പ്രാപിക്കുന്നുവോ നമ്പർ 1. രണ്ടാമതോ ചേർച്ച കൊണ്ട് ഇതരതയെ പ്രാപിച്ചത് ഏതൊന്നോ അത്. ചൈതന്യത്തിന് ചലനമില്ല, ജഡത്തിന് ചലനമില്ല, രണ്ടുമില്ല. ചേർന്നപ്പോൾ ചലനം ഉണ്ടായി, അപ്പോൾ അത് മാറി. ഇനി മൂന്നാമത് നോക്കാം. അർത്ഥേഷു അഭിജ്ഞ. ഈ അർത്ഥം എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥം ഉണ്ട്. ഒരുപാട് അർത്ഥമുള്ളൊരു വാക്കാണ് അർത്ഥം എന്ന് പറയാം. എന്താണ് അർത്ഥം? സാധാരണ നമ്മൾ ധനം, പുരുഷാർത്ഥം എന്നൊരർത്ഥമുണ്ട്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, അങ്ങനെ ഒരർത്ഥം. ഇവിടെ ഇതൊന്നുമല്ല. ഇവിടെ അർത്ഥം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? പഞ്ചഭൂതങ്ങൾ. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരർത്ഥം. അങ്ങനെയാണ് കൊടുത്തിരിക്കണം, അങ്ങനെയാണ് വരിക. അർത്ഥം അങ്ങനെയാണ്. പഞ്ചഭൂതങ്ങൾ. ഇങ്ങനെ ഒരു അർത്ഥത്തിനുണ്ടോ? ഇവിടെ അതാണ് അർത്ഥം. ആ പഞ്ചഭൂതങ്ങളിൽ എല്ലാറ്റിനെയും അറിഞ്ഞുകൊണ്ട് സ്ഥിതി ചെയ്യുന്നവൻ ആണ് ബ്രഹ്മത്തിൻ്റെ മൂന്നാമത്തെ ഗുണം. എന്താണ് പഞ്ചഭൂതം? ശരീരം എടുക്കുക. ആ ശരീരത്തിൽ ബ്രഹ്മത്തിൻ്റെ ചൈതന്യ സ്ഫുരണം ഉണ്ടാവുകൊണ്ടാണ് നമ്മൾ എണീറ്റ് നടക്കുന്നത്, സംസാരിക്കുന്നത്, കേൾക്കുന്നത്, കാണുന്നതൊക്കെ ചെയ്യണത്. അപ്പോൾ ആ ചൈതന്യം എന്താണ് ഇവിടെ പ്രത്യേകത? നമ്മുടെ ശരീരത്തിലത്തെ പഞ്ചഭൂതങ്ങളെ മുഴുവനും ആ ചൈതന്യം അറിയുന്നു. നമ്മളോ ആ ചൈതന്യത്തെ
അറിയണേയില്ല. നേരെ വിപരീത, നമ്മളറിയണില്ല, ചൈതന്യം ഇങ്ങോട്ട് അറിയുന്നുണ്ട്. നമ്മൾ ഭാവിയിൽ ചെയ്യാൻ പോണതും കൂടി ഈശ്വരൻ അറിയാമെന്നാണ്. നമുക്കറിയോ? നമ്മൾ ഭാവിയിൽ ചെയ്യാൻ പോണത് എല്ലാതും നമുക്കറിയില്ല. പ്ലാനിട്ടതേ പറ്റൂ. പ്ലാനിട്ടത് മാത്രമാണ് നമ്മൾ ചെയ്യണം. പ്ലാനിൽ വരാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒട്ടും വിചാരിച്ചില്ല കേട്ടോ, നല്ലതായാലും ചീത്തയായാലും. പക്ഷെ അതും കൂടി ആരറിയും? ഈശ്വരനെ. അപ്പോൾ ഈശ്വരൻ എല്ലാറ്റിനെയും ഇങ്ങോട്ട് അറിയുന്നു, നമ്മൾ ആ ഈശ്വരനെ അറിയുന്നില്ല. ഇതിൻ്റെ ഉള്ളിലിരുന്ന് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഈശ്വരനെ നമ്മൾ അറിയുന്നില്ല. ഇതിനെയൊക്കെ ഈശ്വരൻ ഇങ്ങോട്ട് അറിയുന്നു. പഞ്ചഭൂതങ്ങളിൽ അഭിജ്ഞ, അറിയുന്നവനായി സ്ഥിതി ചെയ്യുന്നവനും. ഇതൊക്കെ ഉണ്ടായതേത്? ചേർച്ച കൊണ്ട് മറ്റൊന്നിനെ പ്രാപിച്ചതേത്? എല്ലാറ്റിനെയും അറിയുന്നതേത്? അർത്ഥേഷു അഭിജ്ഞ, അഭിജ്ഞൻ അറിയുന്നവൻ. സ്വരാട്ട്. അടുത്തത് സ്വരാട്ട് എന്ന് പറഞ്ഞാൽ സ്വയമേവ പ്രകാശിക്കുന്നത്, മറ്റൊന്നിൻ്റെ ആവശ്യം ഇല്ല. സൂര്യന് സ്വയം പ്രകാശമുള്ള സ്വരാട്ടാണ്. കാരണം മറ്റൊന്നിൻ്റെ സഹായം വേണ്ട. ചന്ദ്രനോ? സൂര്യൻ്റെ സഹായം ഉണ്ടെങ്കിലേ പ്രകാശമുള്ളൂ. അപ്പോൾ ചന്ദ്രൻ സ്വരാട്ടല്ല, സൂര്യൻ സ്വരാട്ടാണ്. ഭഗവാൻ സൂര്യനെ പോലെയാണ്. എന്നാൽ സൂര്യൻ എല്ലാറ്റിനെയും പ്രകാശിക്കുന്നു. ഭഗവാനെ ഒന്നിനും പ്രകാശിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. സ്വയമേവ പ്രകാശ ശക്തിയുള്ളതും സ്വരാട്ട്. ഇനി മൂന്നാമത്തെ വരി, തേനേ ബ്രഹ്മകൃതായ ആദികവയെ. ഒന്നിച്ചൊരർത്ഥ, ബ്രഹ്മാവിന് സാമർഥ്യം നൽകിയതും. ബ്രഹ്മകൃതായ ആദികവയുടെ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ അറിവ്. വേദം എന്നൊരർത്ഥമുണ്ട് ബ്രഹ്മത്തിന്. അറിവ് നൽകി. എന്തിനറിവ് നൽകി? പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കാൻ. എളുപ്പമല്ല, പക്ഷെ അതിനുള്ള അറിവ് ബ്രഹ്മകൃതായ വേദങ്ങൾ. ബ്രഹ്മാവിന് വേദജ്ഞാനം നൽകിയതും. ആദികവയെ, ആദികവി ബ്രഹ്മാവ്. മുഖ്യന്തിയത് സൂരയ. അടുത്തത് സൂരയ എന്ന് പറഞ്ഞാൽ അറിവുള്ളവർ, പണ്ഡിതന്മാർ, ജ്ഞാനികൾ. അവർ കൂടി ഏതൊരു ഈശ്വരനെ അറിയുന്നതിലാണ് പരാജയപ്പെടുന്നത്. അറിവുള്ളവർ പരാജയപ്പെടുമോ? അറിവുള്ളവരും പരാജയപ്പെടും. ബ്രഹ്മാവ് അറിവുള്ള ആളാണ്, സരസ്വതിയെ കണ്ടു മോഹിച്ചില്ലേ? ശിവൻ അറിവുള്ള ആളല്ല എന്ന് പറയാൻ പറ്റുമോ? ഭഗവാന്റെ മോഹിനി വേഷം കണ്ട് സ്ത്രീയാണെന്ന് തെറ്റിദ്ധരിച്ചില്ലേ? എന്നിട്ട് പുണരാൻ പോയില്ലേ? മുഖ്യന്തിയത് സൂരയ. ഇനി വേറെ ഉദാഹരണം ആവശ്യമുണ്ടോ? ശിവനും ബ്രഹ്മാവ് അടക്കം മായയിൽ മുങ്ങി എന്ന് പറഞ്ഞാൽ അറിവുള്ളവർ കൂടി ഭഗവാന്റെ മായയിലാണ് മുങ്ങും. അറ ശക്തിയാണ് ഭഗവാന്റെ മായ. മമ മായ ദുരത്യയ. മുഖ്യന്തി യത് സൂരയ. സൂരയ പണ്ഡിതന്മാർ, മുഖ്യന്തി മോഹിക്കുന്നു. ഇനി അടുത്തതോ, തേജോ വാരിമൃതാം യഥാവിനിമയോ എത്ര തിസർഗോ മൃഷ. അത് കുറച്ച് വലിയൊരു സംഗതിയാണ് കേട്ടോ. തേജോ വാരി മൃത എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ. തേജസ് എന്ന് പറഞ്ഞാൽ അഗ്നി, നമുക്കറിയാം. വാരി എന്ന് പറഞ്ഞാൽ വെള്ളം, വെള്ളത്തിൻ്റെ പര്യായമാണല്ലോ വാരി. മൃത എന്ന് പറഞ്ഞാൽ മണ്ണ്. ഇത് കൂടാതെ എന്താണ്? വായു, ആകാശം. ഇപ്പം ഇത് അഞ്ചും കൂടിയ പഞ്ചഭൂതങ്ങൾ. തേജ്, അഗ്നി, വാരി, വെള്ളം, മൃതം, മണ്ണ് പ്ലസ് ആകാശവും വായുവും കൂടി എന്തായി? പഞ്ചഭൂതങ്ങളായി. അപ്പം ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് യഥാവിനിമയോ ഭഗവാൻ തന്നെ ആയിത്തീർന്നതാണ്, വ്യത്യസ്തമല്ല. ഭൂമിയിൽ കാണുന്ന പഞ്ചഭൂതവും ഭഗവാനും വേറെയല്ല. വിനിമയവും വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നുകയാണ്. വെള്ളമായിട്ട് തോന്നുന്നത് ഈശ്വരനെ തന്നെയാണ് കാണുന്നത്. അഗ്നിയായിട്ട് കാണുമ്പോൾ അഗ്നിയെ ഈശ്വരൻ തന്നെയാണ് അഗ്നിയായിട്ട് തോന്നുന്നത്. ഈശ്വരൻ തന്നെയാണ് ഭൂമിയായിട്ടും ആകാശമായിട്ടും നമുക്ക് തോന്നുന്നതൊക്കെ സത്യത്തിലെന്താ? ഈശ്വരനാണ്. വിനിമയം നമുക്ക് തോന്നുകയാണ് വേറൊന്നാണെന്ന്. വേറൊന്നാണോ എന്ന് തോന്നുന്നത് ഏതൊരു ഈശ്വരനാണോ അതിനെയും. ത്രിസർഗോ മൃഷ, അവിടെ ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട്. ത്രിസർഗോ അങ്ങനത്തെ ദിക്കിൽ ആ എന്ന് കൂട്ടി വായിക്കണം എന്നാണ്. ത്രിസർഗോ മൃഷ എന്നല്ല, ത്രിസർഗോ അമൃഷ. പക്ഷേ മൃഷ എന്നും ഇവിടെ രണ്ടും വരുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു അർത്ഥത്തിലാണ് ഇവിടെ വരിക. എത്ര തിസർഗോ മൃഷ എന്ന് പറഞ്ഞാലും ശരിയാണ്, എത്ര തിസർഗോ അമൃഷ എന്ന് വായിച്ചാലും ഇവിടെ തെറ്റില്ല. ഇവിടെ മാത്രം കേട്ടോ. അതെന്താ കാരണം? ത്രിസർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടി. ചെറുതായിട്ടുള്ള അർത്ഥങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം കേട്ടോ, എന്നാലേ പിന്നീട് ഓർമ്മ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞത് അതോടുകൂടി കഴിയാനല്ലല്ലോ നമ്മൾ നോക്കുന്നത്.
ത്രിസർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടി. ഈ ലോകമാണ് സൃഷ്ടി. ഈ സൃഷ്ടി എത്ര ത്രിസർഗോ മൃഷ, അമൃഷ. ആദ്യം നമുക്ക് ഒന്ന് നോക്കുക, അമൃഷ എന്ന് എടുക്കുക. എന്താ അമൃഷ എന്ന് പറഞ്ഞാൽ സത്യമായിട്ടുള്ളത്. മൃഷ എന്ന് പറഞ്ഞാൽ കളവ്, കളവ് അസത്യം, മൃഷ. അമൃഷ എന്ന് പറഞ്ഞാൽ കളവല്ലാത്തത്, സത്യം. അപ്പോൾ ഏതൊന്നാണ് ഈ പ്രപഞ്ചം അജ്ഞാനികൾക്ക് കളവല്ലാതെ ഇരിക്കുന്നു? നമ്മളെ സംബന്ധിച്ച് എന്താണ് സത്യം? പ്രപഞ്ചമാണ് സത്യം, അമൃഷ. എന്നാൽ പ്രപഞ്ചം ജ്ഞാനികളെ സംബന്ധിച്ചോ മൃഷേണ്, കളവാണ്. ജ്ഞാനികളെ സംബന്ധിച്ച് ഈ പ്രപഞ്ചം മിഥ്യ. അപ്പം അത് അപ്ലൈ ചെയ്യുന്ന ആളുകളെ ഏതോ എന്നുള്ള നിലയ്ക്ക് വേണം മൃഷാന്നും അമൃഷാന്നും പിരിക്കാൻ. രണ്ടും ഉണ്ട് അവിടെ, രണ്ടും ഉണ്ട്. ജ്ഞാനികളെ സംബന്ധിച്ച് മൃഷ, കളവാണ് പ്രപഞ്ചം, ഇല്ല. അജ്ഞാനികളെ സംബന്ധിച്ച് ഇതേ സത്യമുള്ളൂ, അമൃഷ. അമൃഷ എന്ന് പറഞ്ഞാൽ സത്യം, മൃഷ എന്ന് പറഞ്ഞാൽ കളവ്. ആന്ന് ചേരുമ്പോഴാണ് സത്യമാവുക, ആന്നില്ലെങ്കിലോ അപ്പോഴാണ് കളവാവുക. മൃഷ എന്ന് പറഞ്ഞാൽ കളവ്, അമൃഷ എന്ന് പറഞ്ഞാൽ സത്യം. അപ്പോൾ ജ്ഞാനികളെ സംബന്ധിച്ച് പ്രപഞ്ചം അസത്യമാണ്, ഈശ്വരൻ സത്യം. അജ്ഞാനികളെ സംബന്ധിച്ച് ഈശ്വരൻ അറിയണില്ല, ഈശ്വരനെ പ്രപഞ്ചം അവർക്ക് സത്യമായിട്ട് നിൽക്കുന്നു. അങ്ങനെ തോന്നിക്കുന്നത് ഏതൊന്നോ അതാണ് ഈശ്വരൻ. രണ്ടർത്ഥത്തിലും അവിടെ ഉണ്ട്. അജ്ഞാനികളെ സംബന്ധിച്ച് സത്യമായ പ്രപഞ്ചം, ഈശ്വരനെ അറിയുന്നില്ല. ജ്ഞാനികളെ സംബന്ധിച്ച് സത്യമായ ഈശ്വരൻ, അജ്ഞാനമായ അസത്യമായിട്ടുള്ള പ്രപഞ്ചം ഏതൊന്നോ അതും. ധാമനാ സേന സദാ നിരസ്ത കുഹകം, സദാ ശോഭിക്കുന്ന, ധാമനാന്ന് ശോഭിക്കുന്ന, കുഹകം മറവ്, നിരസ്ത കുഹം മറവില്ലാത്തത്. നിരസ്ത ഓപ്പോസിറ്റാണ് വരിക. യാതൊരു മറവില്ല. ഈശ്വരനെ മറയ്ക്കാൻ ആർക്കും സാധ്യതയില്ല. സൂര്യനെ മറയ്ക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? എന്തുകൊണ്ട് മറച്ചാലും സൂര്യൻ്റെ പ്രകാശത്തിനെ മറയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ഒന്നും ഉണ്ടാച്ചാൽ സൂര്യൻ മാത്രമേ ഉള്ളൂ. ബൾബ് നമുക്ക് മറയ്ക്കാം, ലൈറ്റ് നമുക്ക് മറയ്ക്കാം, ടോർച്ചിൻ്റെ ആ അത് പൊത്തിക്കഴിഞ്ഞാൽ മറയ്ക്കാം, എല്ലാം മറയ്ക്കാം. അഗ്നി അടക്കം മണച്ചാൽ മറയ്ക്കാം. പക്ഷേ സൂര്യനെ മറയ്ക്കാൻ ഇന്ന് വരെ ഒരാൾ ജനിച്ചിട്ടില്ല. അതാണ് നിരസ്ത കുഹകം. അതുപോലെ ഈശ്വരൻ. ആരെ നമുക്ക് മറച്ചാലും ആരെയും മറയ്ക്കാൻ പറ്റില്ല, ഈശ്വരനെ മറയ്ക്കാൻ പറ്റില്ല. അപ്പം യാതൊരു മുറിവ് കൂടാതെ സദാ ശോഭിക്കുന്നത് ഏതോ ആ പരമമായ സത്യത്തെ, പരം സത്യം, സത്യം പരം ധീമഹി ധ്യാനിക്കുന്നു. അപ്പം ബ്രഹ്മത്തിനെ ധ്യാനിച്ചുകൊണ്ട് ഗ്രന്ഥം തുടങ്ങിയിരിക്കുകയാണ്. സത്യം പരം ധീമി, പരം സത്യം ധീമഹി. പരം സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പരം അല്ലാത്ത സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊക്കെ സാധാരണ സത്യമാണ്, പരമമായ സത്യമല്ല എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ സത്യമല്ലാണ്ടേ ആണത്. കുറച്ച് മുമ്പേ നമ്മളുണ്ടോ ചോദിച്ചാൽ ഇല്ല. 70 കൊല്ലം മുമ്പ് നമ്മളില്ല. 70 കൊല്ലം കഴിഞ്ഞ് അഞ്ഞുണ്ടാവോ? അപ്പോഴും ഇല്ല. അതിനാണ് എന്തു പറയുക? പരമമല്ലാത്ത സത്യം. ഇപ്പം നമ്മൾ സത്യമാണ്, അത് കാണുന്നുണ്ട്. കുറേ കഴിഞ്ഞാൽ കാണില്ല, കുറേ മുമ്പ് ഉണ്ടാവില്ല. അതിനെയാണ് സാധാരണ സത്യം, പരമമല്ലാത്ത സത്യം, താൽക്കാലിക സത്യം, വ്യാവഹാരിക സത്യം എന്നൊക്കെ പറയുക. എന്നാൽ പരമസത്യമോ ഈ എന്നും ഒരുപോലെ ഇരിക്കുന്നത് അത് ഈശ്വരനാണ്. ആ പരമമായ സത്യമാണ് ഈശ്വരൻ. അതിനെ ഇതാ ധ്യാനിച്ചു കൊണ്ട് ഗ്രന്ഥം ആരംഭിച്ചിരിക്കുന്നു. നീ ഒന്ന് നോക്കാം. ജന്മാദ്യസ്യ യഥാ, ഉൽപ്പത്തി സ്ഥിതി ലയം മുതലായിട്ടുള്ളത് ഏതിൽ നിന്നുണ്ടായി, ഏതിൽ നിലനിന്ന്, ഏതിൽ പ്രപഞ്ചം ലയിക്കുന്നു, അതാണ് ജന്മാദ്യസ്യ യഥാ. അന്നയാതിതരത, ചേർച്ച കൊണ്ട് മറ്റൊന്നായി. ബ്രഹ്മവും ചൈതന്യവും ചേർന്നപ്പോഴാണ് പ്രപഞ്ചം ഉണ്ടാവുന്നത്. ഏതെങ്കിലും ഒന്നായല്ല. ചൈതന്യം മാത്രമായ പ്രപഞ്ചമില്ല, ജഡം മാത്രമായ പ്രപഞ്ചം ഉണ്ടോ? അപ്പോഴും ഇല്ല. രണ്ടും കൂടി ചേർന്നപ്പോൾ അന്വയാത്ത്, ചേർന്നപ്പോൾ ഇതരത. ബ്രഹ്മത്തിൻ്റെ സ്വഭാവവും അല്ല പ്രപഞ്ചത്തിന്, ജഡത്തിൻ്റെ സ്വഭാവവും അല്ല പ്രപഞ്ചത്തിന്. രണ്ടും ചേർന്നപ്പോൾ രണ്ടിൻ്റെ അല്ലാത്ത സ്വഭാവം ഉണ്ടായി. ആ പ്രപഞ്ചത്തിൽ നമുക്ക് പലതിനും ഇങ്ങനെ കാണാം. മോരും പാലും ചേർന്നാൽ തൈരാണ് ഉണ്ടാവുന്നത്. കളർ കോമ്പിനേഷൻ പറയുമ്പോൾ പച്ചയും മഞ്ഞയും നീലിയും മഞ്ഞയും ചേർന്നാലാണ് പച്ച ഉണ്ടാവുക. മഞ്ഞയല്ല നീലയല്ല ഉണ്ടാവണം. ചേർന്നപ്പോൾ എന്തായി? പച്ച ഉണ്ടായി ഇല്ലേ? ചുവപ്പ് നീലിയും കൂടി എന്താ ഉണ്ടാവണം? വയലറ്റാണ് ഉണ്ടാവണം. അപ്പോൾ രണ്ടും ചേർന്നപ്പോൾ രണ്ടും അല്ലാത്ത ഒന്ന്.
പ്രപഞ്ചത്തിൻ്റെയും ചൈതന്യത്തെ അല്ലാത്ത പ്രപഞ്ചം ഉണ്ടായി. അർത്ഥേഷു അഭിജ്ഞ, എല്ലാറ്റിനെയും അറിഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഈശ്വരൻ. സ്വരാട്ട്, സ്വയം പ്രകാശ സ്വരൂപം ഉള്ളവൻ. തേനേ ബ്രഹ്മകൃതായ ആദികവി, ബ്രഹ്മജ്ഞാനം വേദജ്ഞാനം. ആദികവി ബ്രഹ്മാവ്. ഏതൊരു ഈശ്വരനാണോ ബ്രഹ്മാവിന് ബ്രഹ്മജ്ഞാനം വേദജ്ഞാനം നൽകിയത്? മുഹ്യന്തി യത് സൂരയ, അറിവുള്ളവർ പോലും ഈശ്വരനെ അറിയാൻ വിഷമിക്കുന്നു. പിന്നെ വേണ്ടേ സാധാരണക്കാർ? മുഹ്യന്തി മോഹിക്കുന്നു. തേജോ വാരിമൃതാം യഥാവിനിമയോ, ഭൂമി, വെള്ളം, വായു, ആകാശം മുതലായിട്ടുള്ളതൊക്കെ തന്നെ ഏതൊന്നിൻ്റെ രൂപമാണ്? ഈശ്വരൻ്റെ തന്നെ രൂപമാണ്. പ്രപഞ്ചവും ഈശ്വരനും രണ്ടല്ല. ഏതൊരു ഈശ്വരൻ തന്നെ ഈ തേജോ വാരിമൃതാം, ഭൂമി, വെള്ളം, വായു, ആകാശമായി തീർന്നിട്ടുണ്ടോ? അതിനെയാണ് ധ്യാനിക്കേണ്ടത്. എത്ര തിസർഗോ മുഷ, തിസർഗം സൃഷ്ടി. അജ്ഞാനികളെ സംബന്ധിച്ച് സൃഷ്ടി സത്യമാണ്, ജ്ഞാനികളെ സംബന്ധിച്ച് പ്രപഞ്ചം മിഥ്യയാണ്. മൃഷ പറഞ്ഞാൽ കളവ്. ജ്ഞാനികളെ സംബന്ധിച്ച് പ്രപഞ്ചം മൃഷയാണ്, ഇല്ലാത്തതാണ്. അജ്ഞാനികളെ സംബന്ധിച്ചോ പ്രപഞ്ചം അമൃഷമാണ്, സത്യം, ആ കളവല്ല. ഇതൊക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസമാവുമോ? അപ്പം നമ്മളെ സംബന്ധിച്ച് കളവല്ല. അങ്ങനെയുള്ളതായ യാതൊരു മറവും ഇല്ലാതെ ശോഭിക്കുന്ന ധാംന സേന സദാ നിരസ്ത കുഹകം സത്യം പരം ധീമഹി, ആ പരമമായിരിക്കുന്ന സത്യത്തെ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ ഗ്രന്ഥം തുടങ്ങിയിരിക്കുന്നത്. അതിൽ വിഷയമായിട്ടുള്ളൂ ശരിക്ക്. ഇനി എന്തുണ്ട്? സംബന്ധമുണ്ട്, പ്രയോജനമുണ്ട്, അതൊക്കെ ഉണ്ട്. രണ്ടാമത്തെ ശ്ലോകം ധർമ്മപ്രോച്ചിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേ ഈശ്വര സദ്യോകൃത്യവരുത്തതേത്ര കൃതിഭി ശുശ്രൂഷുഭി തക്ഷണാത്. ബ്രഹ്മത്തിനെ പറഞ്ഞു. ലക്ഷ്യവും വിഷയമാണ്. വിഷയം പറഞ്ഞു. ഇനിയാണ് പ്രയോജനം, സംബന്ധം, അധികാരി മുതലായിട്ടുള്ളതിനെയൊക്കെ പറയണം. ഭാഗവതത്തിൽ കൂടി ആ ഈശ്വരനിലെത്തുകയാണ് ഏറ്റവും നല്ലത്. ഒരുപാട് മാർഗമുണ്ട്. ധ്യാനം, മഠയോഗം, ഇത് ജ്ഞാനയോഗം മുതലായിട്ടുള്ളത് ഒന്നും പാരണക്കാർക്ക് പറ്റില്ല. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ, മഹാമുനിയായിട്ടുള്ള വേദവ്യാസനാൽ രചിക്കപ്പെട്ട ഈ ഭാഗവതം ഉള്ളപ്പോൾ എന്തിനാ മറ്റ് മാർഗങ്ങൾ? കിംവാ പരേ, മറ്റുള്ള മാർഗങ്ങളെ കൊണ്ട് എന്ത് ഗുണം? അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ കൂടെ നിങ്ങൾ അവിടേക്ക് എത്താനായിട്ട് ശ്രമിക്കൂ. എങ്ങനത്തെ ശ്രീമദ് ഭാഗവതം? അതാണോ മുമ്പത്തെ വരികളിലൊക്കെ പറഞ്ഞത്. പ്രോച്ചിത കൈതവോത്ര പരമോ, യഥാർത്ഥ ധർമ്മം കളവില്ലാതെ പറയുക. കള്ളത്തരമോ പ്രലോഭനോ ഇല്ലാത്തതോ ഇത് പറയണില്ല. ഉള്ളത് യഥാർത്ഥമായിട്ട് പറയുന്ന, ആരെയും കബളിപ്പിക്കാനോ ഇല്ലാത്തത് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കാനോ ഉള്ള ശ്രമം ഭാഗവതത്തിലില്ല. ആണ് പ്രോച്ചിത കൈതവോത്ര പരമോ, അങ്ങനത്തെ ഭാഗവതമാണ്. കൈതവം കളവായിട്ടുള്ളൊരു ധർമ്മം, പ്രലോഭിപ്പിക്കുന്ന ധർമ്മം, ഇല്ലാത്തത് പറയണ കാര്യം, അങ്ങനൊരു സംഭവം ഇതിലില്ല. അതാണ് പ്രോച്ചിത കൈതവം. കൈതവം കളവ്, പ്രോച്ചിത കൈതവം കളവില്ലാത്തത്. ഒരു വാക്ക് വയ്ക്കുമ്പോൾ അതിൻ്റെ വിപരീതമാവുകയാണ്. കൈതവധർമ്മം ഭാഗവതത്തിൽ ഇല്ല. ഇതിലുള്ളത് എന്താണ്? കൈതവം അല്ലാത്ത ധർമ്മമാണ് ഉള്ളത്. ഇത് ആർക്കാണ് അർഹത? അതാണ് അധികാരി. ആർക്കധികാരി? നിർമ്മത്സരാണാം സദാം, മാത്സര്യം ഇല്ല. ഏതൊക്കെ മത്സരം വെച്ചാലും ഗീതാ മത്സരവും ഭാഗവത മത്സരവും വെക്കരുത്. എന്നിട്ട് ഫസ്റ്റും സെക്കൻഡും തേർഡും കൊടുക്കരുത്. അത് മറ്റുള്ളതിൽ മത്സരിച്ചോട്ടെ, പാട്ടോ ലളിതഗാനോ, ഇത് വേണ്ട. ഇത് നിർമത്സരാണാം, ഇതിൽ മാത്സര്യത്തിന് സ്ഥാനമില്ല. എല്ലാവരും ഒരുപോലെ അവിടെ. നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം. ഈ പ്രത്യേകത എല്ലാ ഗുണങ്ങളും മംഗളങ്ങളും നൽകുന്നതിനെയാണ് നമ്മൾ ശിവദം എന്ന് പറയുന്നത്. പിന്നെ താപത്രയോന്മൂലനം, ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നീ 3 ദുഃഖങ്ങളും ഇല്ലാതാക്കുന്നതും ആയ ശ്രീമദ് ഭാഗവതം. അതിൽ കൂടെ നമുക്ക് നേരത്തെ പറഞ്ഞ ബ്രഹ്മത്തിലേക്ക് എത്താം.
അപ്പം ഇതിൽ അധികാരിയുണ്ട്, ലക്ഷ്യമുണ്ട്, പ്രയോജനമുണ്ട്. അധികാരി നിർമ്മത്സരന്മാർക്കാണ്. മത്സരമുള്ളവർക്ക് ഭാഗവതത്തിൻ്റെ അടുത്ത് വരാൻ പറ്റില്ല, അർഹതയില്ല. ഗുണം എന്താണ്? താപത്രയോന്മൂലനം, അതാണ് പ്രയോജനം. പിന്നെ ഈ ബ്രഹ്മപ്രാപ്തി ഉണ്ടാവുകയും ചെയ്യും. അതിന് കാരണമാണ് സദ്യോ ഹൃത്തവരുത്തതേത്ര കൃതിബി, കേൾക്കണം എന്നതാണ്. ശുശ്രൂഷബി എന്ന് പറഞ്ഞാൽ കേൾക്കണം എന്ന് വിചാരം ഉണ്ടായാൽ മതി. ഇത്രേ ഹരി ഹൃദയത്തിൽ ആവിർഭവിക്കും. അത്ര പ്രയോജനമുണ്ട്. ബാക്കി അടുത്ത എപ്പിസോഡിലാവാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.